ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന സച്ചിയേട്ടന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്കായി തന്നാലാകുന്ന വിധത്തിൽ എത്രയും വേഗം അവന്തികയെ പൂട്ടണമെന്നും ഇനി അധിക നാൾ സച്ചിയേട്ടൻ അരികിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കാൻ കഴിയുകയില്ല എന്നും ഇനിയും ഇത്രയും നാളും എന്നെ കാത്തിരുന്ന ആ പാവത്തിനെ ഇനി ബലിയാടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അർച്ചന മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു. അപ്പോഴാണ് മൂർത്തിയോട് സന്ദീപിനെ കുറിച്ച് അവന്തിക അന്വേഷിക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്ന ആശങ്കയും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉടൻ തന്നെ മൂർത്തി സച്ചിയുടെ ആത്മഹത്യാ ശ്രമത്തെ കുറിച്ച് അവന്തികയെ അറിയിച്ചത്. അത് കേട്ടതും വളരെ സന്തോഷത്തോടെ അവന്തിക ചോദിച്ചു, എന്നിട്ട് അവന്റെ ബോഡി എവിടെയാണ്? അത് കിട്ടിയോ? ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? കായലില് എവിടെയെങ്കിലും അത് ഇല്ലാതായി കാണും. അങ്ങനെ ആയിരിക്കുമല്ലോ സംഭവിച്ചിട്ടുണ്ടാവുക. ആ കടല് അവനെ അങ്ങ് ഏറ്റെടുത്ത് കാണുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവന്തിക സന്തോഷിക്കുമ്പോഴേക്കും അത് കേട്ട് എന്ന മൂർത്തി പറഞ്ഞു, അങ്ങനെയല്ല മേഡം, അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ മത്സ്യത്തൊഴിലാളികൾ അവനെ രക്ഷപ്പെടുത്തി. അവന്റെ ആയുസിന്റെ കൂടുതൽ കൊണ്ട് അവൻ തലനാരിഴയ്ക്ക് മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു എന്ന് പറഞ്ഞു. അത് കേട്ടതും അവന്തിക്ക് ആകെ നിരാശയിലായി. എങ്ങനെയൊക്കെ അവൻ ഇല്ലാതാകുവാൻ ശ്രമിച്ചാലും അപ്പോഴൊക്കെ അവൻ തിരിച്ചു വരികയാണല്ലോ. എത്രയും പെട്ടെന്ന് അവനെ തകർത്ത് കളയാൻ പറ്റിയ ഒരു ആയുധം എന്ന് പറഞ്ഞാൽ കേസിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്ന തുറുപ്പുചീട്ട് ആ സന്ദീപാണ്. അവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അവൻ ഹിയറിങ്ങിന് വന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായിട്ടുള്ള മൊഴി കോടതിക്ക് മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ കേസിൽ നമുക്ക് വിജയം ഉണ്ടാവൂ. ഇല്ലായെങ്കിൽ ഞാൻ ഇത്രയും വർഷക്കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കെട്ടിപ്പടുത്ത ഈ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ, എന്റെ സമ്പത്ത് മുഴുവൻ എനിക്ക് നഷ്ടമാകും എന്ന് അവന്തിക മൂർത്തിയോട് അറിയിച്ചു. ഇനി ഇതിന് പിന്നിൽ ആരായിരിക്കും? എന്തായാലും മൂർത്തി ഉടനെ തന്നെ സന്ദീപിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് എന്നും സ്ഥിരം പല്ലവി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല തന്നെ ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ തന്റെ ആളുകളോട് ആ സന്ദീപിനെ കണ്ടെത്തണമെന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകണമെന്ന് അവന്തിക മൂർത്തിക്ക് കർക്കശമായിട്ട് അറിയിച്ചു. എല്ലാം കേട്ടതും മൂർത്തി അത് ഇന്ന് നടപ്പിലാക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി. അപ്പോഴാണ് അവന്തിക ആലോചിച്ചത്, അപ്പോ തന്റെ കയ്യിൽ നിന്ന് ആരതിയും ആ സച്ചിയുമല്ല സന്ദീപിനെ കൊണ്ടുപോയിരിക്കുന്നത്. സച്ചിയെ രക്ഷിക്കാൻ ആരതി തന്നെയാണ് വന്നത്. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഞാൻ ഉണ്ടാകും. അപ്പോ സച്ചി ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ച സ്ഥിതിക്ക് അവനല്ല സന്ദീപിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുക. അപ്പോൾ പിന്നെ ആരാണ്? ആരതിയും സച്ചിയും അല്ല എങ്കിൽ പിന്നെ സന്ദീപിനെ കൊണ്ടുപോകാനുള്ള എന്റെ ആ ശത്രു അത് ആരാണ് എന്ന് ആലോചിച്ച് അവന്തിക തലപുകച്ചു. അല്പനേരം ചിന്തിച്ചതും പെട്ടെന്ന് അവന്തികയുടെ മനസ്സിലേക്ക് പുഞ്ചിരിയോടെ അന്ന് തന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിന്ന രാജീവിന്റെ മുഖം ഓർമ്മ വന്നു. അപ്പോൾ അവൻ തന്നെയാണ്. അവൻ പറഞ്ഞത് പെട്ടെന്ന് അവന്തിക ഓർത്തു. ഒരറ്റത്ത് നിന്ന് താൻ കുഴിച്ചു തുടങ്ങുകയാണെന്നും അതോടെ അവന്തികയുടെ ഈ സാമ്രാജ്യം തകർന്നടിയുമെന്നുള്ള രാജീവിന്റെ വെല്ലുവിളി അതോർത്തുകൊണ്ട് അവന്തിക ചിന്തിച്ചു, അതെ, അവൻ തന്നെ, അവനല്ലാതെ മറ്റാരുമല്ല. ഇതിന് പിന്നിൽ അവന്റെ കൈകൾ തന്നെയാണ്. ഇത് എവിടം വരെ പോകുന്നു നോക്കാം എന്ന് ആലോചിച്ച് അവന്തിക അങ്ങനെ വെല്ലുവിളി ഉയർത്തി മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടാക്കിക്കൊണ്ട് അവന്തിക അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആതിര പുതിയ കമ്പനിയിൽ ജോലി ചെയ്യാനായി എത്തിച്ചേർന്നത്. കനകധാര ഫിനാൻസിലേക്ക് ആതിര വന്നിറങ്ങി. അപ്പൊ ഉടൻ തന്നെ അവിടുത്തെ എല്ലാമായിരുന്ന അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്റ്റാഫ് വാതിക്കലേക്ക് എത്തി. ഗീതമ്മ ആതിരയെ കണ്ടതും ആരാണ് എന്ന് ചോദിച്ചപ്പോ ആതിര പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പുതിയ സ്റ്റാഫാണ്. ഇന്നിവിടെ വരാൻ വന്ന് പറഞ്ഞിരുന്നു, ഇന്ന് ജോയിൻ ചെയ്യാനാണ് അറിയിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ഉടനെ ഗീതമ്മ ചോദിച്ചു, ഓ ആതിര അല്ലെ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞപ്പോ ശരി, സാർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതും പെട്ടെന്ന് അകത്ത് ചേമ്പറിൽ നിന്ന് മണിയടിക്കുന്ന ശബ്ദം കേട്ടു. അങ്ങോട്ടേക്ക് ശ്രദ്ധ ആതിരയുടെ പോകുന്ന കണ്ടപ്പോഴേക്കും ഗീതമ്മ പറഞ്ഞു, അതെ, സാർ അകത്തുണ്ട്. സാർ എല്ലാ ദിവസവും നടത്തുന്ന പൂജയാണിത്. ആ പൂജയ്ക്ക് ശേഷം മാത്രമേ സാർ ആരെയും മീറ്റ് ചെയ്യൂ എന്നറിയിച്ചു. അപ്പോഴേക്കും കനകാംബരന്റെ ആ പൂജ പൂർത്തിയായി. ഉടനെ തന്നെ ആതിരയെ ഫയൽ വാങ്ങിച്ച് ഗീത ആ ഫയലുമായി കനകാംബരന്റെ ക്യാബിനിലേക്ക് ചെന്നു. സർ, സാറിനെ കാണുവാനായി പുതിയതായി അപ്പോയിന്റ് ചെയ്ത ആതിര എത്തിയിട്ടുണ്ട് എന്നറിയിച്ചു. ഓ, കാണാൻ കൊള്ളാം, ആ ഫയൽ തന്നെ എന്ന് പറഞ്ഞ് കനകാംബരൻ ആ ഫയൽ നോക്കിയത്, ആദ്യത്തെ കണി കൊള്ളാവല്ലോ, കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടി തന്നെയാ, സാരയില്ല, എന്തായാലും കേറ്റുവിട്ടോ എന്ന് പറഞ്ഞു. ഉടനെ ആതിരയെ അകത്തേക്ക് വിളിച്ചതും ആതിര വളരെ ബഹുമാനത്തോടെ തന്നെ അകത്തേക്ക് കയറി ചെന്നു. ആതിരയെ കണ്ടത് അദ്ദേഹം പറഞ്ഞു, അതെ, ഈ ഫിനാൻസ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലെ? ഈ പണമിടപാടും സ്വർണ്ണപ്പണയം ഇടപാടും ഒക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്, അതറിയാവല്ലോ എന്ന് ചോദിച്ചു. അറിയാം സർ എന്ന് ആതിര മറുപടി നൽകി. എന്നാ ശരി, കൃത്യമായിട്ട് വേണം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. വേണ്ടതൊക്കെ എന്താണെന്നുള്ളത് ഗീതമ്മ പറഞ്ഞു തരും എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ട കാര്യം എന്താണെന്നും ഗീതമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഗീതമ്മ കാര്യമായിട്ട് പറഞ്ഞു തരികയും മനസ്സിലാക്കുകയും ചെയ്തോളും എന്ന് പറഞ്ഞപ്പോ ഗീതമ്മ പറഞ്ഞു, അതൊക്കെ പെട്ടെന്ന് ആതിരയ്ക്ക് മനസ്സിലാവും സർ. സാറ് ആദ്യം എവിടെയാണ് അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതും ആദ്യം സ്വർണ്ണ പണയത്തിന്റെ അവിടെ തന്നെ ഇരുന്നോട്ടെ,
ആ ലോൺ സെക്ഷനിൽ തന്നെ ആതിരയെ അപ്പോയിന്റ് ചെയ്തോളൂ എന്നറിയിച്ചു. പിന്നെ ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്റ്റാഫുകൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ എന്നോട് പറയാൻ മടിക്കരുത്. അതുകൊണ്ട് ആതിരയ്ക്കും എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് എന്നോട് തുറന്നു പറയാം എന്നറിയിച്ചു. ശരി സർ എന്ന് പറഞ്ഞ് ആതിര ചോദിച്ചു, സർ ഇന്നത്തെ ദിവസം ഞാനിന്ന് തിരിച്ചു പോയിക്കോട്ടെ, നാളെ രാവിലെ വന്ന് ജോലി കയറിക്കോളാം എന്ന് പറഞ്ഞപ്പോ അപ്പോഴേക്കും ഉടനെ തന്നെ കനകാംബരൻ ഗീതമ്മയെ നോക്കി. ഗീതമ്മ ഒന്ന് തല കുലുക്കിയതും ശരി ആയിക്കോട്ടെ, ആതിരയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ആതിരയ്ക്ക് 20,000 രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ തരുന്നത്. അതിനുശേഷം ആതിരയുടെ പെർഫോമൻസും ആതിരയുടെ കഴിവും അനുസരിച്ച് അത് ആ തുക ചേഞ്ച് ചെയ്യാം എന്നറിയിച്ചു. ശരി സർ, താങ്ക് യു സർ എന്ന് പറഞ്ഞ് അതിന് സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കനകാംബരം വളരെ രൂക്ഷമായി തന്നെ ആതിരയെ അങ്ങനെ നോക്കിയിരുന്നു. അതിനുശേഷം ആതിരയെ അങ്ങനെ കനകാംബരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ആതിര ജോലിക്ക് പോയതിനെ കുറിച്ച് അറിയാതിരുന്ന സച്ചിയോട് കമലമ്മ ആതിര എവിടെയെന്ന് ചോദിച്ചപ്പോ അവൾക്ക് പുതിയ ജോലി കിട്ടിയെന്നും ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് നിന്നോട് പറയാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഇതിലെ ഒത്തിണങ്ങി വന്നില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് ജോലിക്ക് അവൾ ജോയിൻ ചെയ്യാൻ പോയി എന്നുള്ള വിവരം സച്ചിയെ കമലമ്മ അറിയിച്ചത്. ഈ സമയത്താണ് അർച്ചനയും ഗൗരി മോളും കൂടി നേരെ അവന്തികയുടെ വീട്ടിലേക്ക് വന്നെത്തിയത്. അവന്തിക അപ്പോഴേക്കും മൂർത്തിയും കൂട്ടി ഫയലുകളും ഒക്കെ ആയിട്ട് അഡ്വക്കേറ്റിനെ കാണാനായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയായിരുന്നു. ഉടനെ തന്നെ അർച്ചനയും ഗൗരിമോളെയും കണ്ടതോടെ ഞെട്ടലോടെ അവന്തിക നോക്കി. ഇത് കൊള്ളാവല്ലോ, ഒരു സർപ്രൈസ് വിസിറ്റ് ആയി പോയല്ലോ, ഈ സമയത്ത് സമൃദ്ധി എത്തിയത് എന്ന് ചോദിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, അതെ സർപ്രൈസ് തന്നെയാ, വീട്ടിൽ ഇരുന്നപ്പോ മോൾക്കാണ് നിർബന്ധം ചിപ്പി മോളെ കാണണമെന്ന്. മോള് തന്നെയാ പറഞ്ഞത് ഇതൊരു സർപ്രൈസ് വിസിറ്റ് എന്ന് പറഞ്ഞപ്പോ ആണോ മോളെ എന്ന് ചോദിച്ച് അവന്തിക ഗൗരിമോളോട് അതിനെ കുറിച്ച് അന്വേഷിച്ചു. ഗൗരിമോള് പറഞ്ഞു, അതെ ആന്റി, എവിടെ ചിപ്പി എവിടെ എന്ന് ചോദിച്ചപ്പോ മോളിലുണ്ട് എന്ന് പറഞ്ഞതും ചിപ്പി എന്ന് വിളിച്ചുകൊണ്ട് വേഗം കളിക്കാനായിട്ട് അവർ രണ്ടുപേരും ഓടിപ്പോയി. ഈ സമയത്ത് അവന്തിക പറഞ്ഞു, അതെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ, അഡ്വക്കേറ്റിനെ കാണാനായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അരമണിക്കൂറിനുള്ളിൽ ഞാൻ മടങ്ങിയെത്തും, അതുവരെ വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അർച്ചന പറഞ്ഞു, എന്ത് കുഴപ്പം, ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വന്നത് കൊണ്ടല്ലേ ഇങ്ങനൊരു പണി കിട്ടിയത്, അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം, അവന്തിക സമാധാനത്തോടെ പോയിട്ട് വാ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അവന്തികയുടെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നി. അല്ല, ഇവളെന്തിനായിരിക്കാം ഇങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ് ആയിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്ന് ആലോചിച്ച് അവന്തിക കാറിലേക്ക് കയറി മൂർത്തിയുമായി അവന്തിക അവിടെ നിന്ന് പോയി. ഈ തക്കത്തിന് അവന്തിക പോയ സമയത്ത് അർച്ചന ആലോചിച്ചു, അവന്തിക ഇവിടെ നിന്ന് പോയിട്ട് ഇനി അരമണിക്കൂർ കഴിഞ്ഞേ മടങ്ങിയെത്തുള്ളൂ. ഈ സമയം സച്ചിയേട്ടനെതിരെ അവൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നും അന്ന് അവൾ പറഞ്ഞ ആ ഫയലുകൾ ഇവിടെ ഉണ്ടോ എന്നും ഒന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അവളെ തകർത്തെറിയാൻ ആ ഫയൽ എനിക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് അർച്ചന തീരുമാനിച്ചു. കുട്ടികൾ അവിടെ ഇരുന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഉറപ്പായതോടെ അർച്ചന വേഗം തന്നെ അവിടെ നിന്ന് അവന്തികയുടെ റൂമിനടുത്തേക്ക് ചെല്ലുന്നു. റൂമിൽ കയറി അവിടെ എല്ലായിടവും ഒന്ന് പരിശോധിച്ചു. പക്ഷെ എങ്ങും തന്നെ ആ ഫയൽ കണ്ടെത്താൻ അർച്ചനയ്ക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് അവന്തികയും മൂർത്തിയും കൂടി കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ മൂർത്തിയോട് അവന്തിക ചോദിച്ചു, എന്നാലും ആ സന്ദീപ് അവനിത് എവിടെ പോയി കിടക്കുമായിരിക്കും, എന്തായിരിക്കും അവന് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചപ്പോ, മേഡം ഞങ്ങളെ അന്വേഷിക്കാവുന്ന രീതിയിലെല്ലാം നമ്മുടെ ആളുകൾ അന്വേഷണം തുടർന്നിട്ടുണ്ട്, ഇപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് എത്ര ദിവസമായി മൂർത്തി ഈ വാക്കുകൾ കേൾക്കുന്നു, ആദ്യത്തെ ഹിയറിംഗിന് മുമ്പെങ്കിലും അവനെ കിട്ടുമോ എന്ന് ചോദിച്ചതും, തീർച്ചയായിട്ടും മേഡം, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും സന്ദീപ് നമ്മുടെ മുന്നിലെത്തിയിരിക്കും, സന്ദീപ് മൊഴി നൽകാനായി കോടതിയിൽ എത്തുകയും ചെയ്യും എന്ന് മൂർത്തി ഉറപ്പ് പറയുമ്പോ അവന്തിക പറഞ്ഞു, ഈ ഉറപ്പിന്റെ പുറത്താണ് ഇത്രയും ദിവസം മുന്നോട്ട് പോയത്, എന്തായാലും ഇനി ഈ ദിവസങ്ങൾ നഷ്ടപ്പെടുത്താനില്ല, എത്രയും വേഗം അവനെ കണ്ടെത്തിയേ തീരൂ, ഇനി ഒരു പക്ഷേ രാജീവായിരിക്കുമോ അവന് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക എന്ന് സംശയത്തോടെ അവന്തിക അങ്ങനെ ആലോചിച്ചു. ഉടനെ തന്നെ അവന്തിക വേഗം വക്കീലിനെ കാണാനല്ലേ നമ്മൾ പോയത്, അതുകൊണ്ട് ആ ഫയൽ കയ്യിലുണ്ടോ എന്ന് അറിയാനേ അവന്തിക ബ്രീഫ് കേസ് തുറന്നു നോക്കി. അപ്പോഴേക്കും അതിനകത്ത് ആ ഫയൽ കാണാത്തത് കൊണ്ട് അവന്തിക ചോദിച്ചു, മൂർത്തി നമ്മൾ വക്കീലിനെ കാണാൻ പോകുന്നതിന് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഫയലിലെ സച്ചിക്കും കുടുംബത്തിനും എതിരെയുള്ള നമ്മുടെ കയ്യിലുള്ള ആയുധം ആ ഫയല് അതെടുത്ത് വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ, ഇല്ല മേഡം ഞാനത് നോക്കിയില്ല, മേഡം എല്ലാം എടുത്തു വെച്ചോണ്ട് ഞാൻ ആ ബ്രീഫ് കേസ് എടുത്തോണ്ട് പോകുന്നേ ഉള്ളൂ, ഞാൻ പ്രത്യേകിച്ച് ചെക്ക് ചെയ്തൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതില്ല കയ്യില്, അതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വക്കീലിനെ കാണാൻ പോകുന്നത്, അതല്ലേ നമ്മൾ ഡിസ്കഷനിൽ പ്രധാനമായിട്ടുള്ളത്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും മൂർത്തി, വണ്ടി നിർത്ത്, വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകാം, എന്നിട്ട് അത് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. ശരി മേഡം എന്ന് പറഞ്ഞ് വേഗം വണ്ടി തിരിച്ച് മൂർത്തി അത് നേരെ അവന്തിക വീട്ടിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് അർച്ചന അവിടെ എല്ലായിടത്തും പരതിയിട്ടും ആ
ഫയൽ കിട്ടാതെ ആകെ ടെൻഷനിലായി. ഇനി അതുമായിട്ടായിരിക്കുമോ അവർ പോയിട്ടുണ്ടാവുക? അവന്തിക വക്കീലിനെ കാണാൻ പോവാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോ ആ ബ്രീഫ് കേസിൽ മൂർത്തി കൊണ്ടുപോയ ആ ബ്രീഫ് കേസിനുള്ളിൽ ഒരുപക്ഷെ ആ ഫയൽ ആയിരിക്കുമോ എന്ന് സംശയത്തോടെ അർച്ചന ആലോചിച്ചു. അങ്ങനെ അർച്ചന സംശയിച്ചു നിൽക്കുമ്പോഴേക്കും എന്തായാലും ഒന്നുകൂടി നോക്കാമെന്നുള്ള പ്രതീക്ഷയിൽ വേഗം അവന്തികയുടെ റൂമിന് തൊട്ടപ്പുറത്തുള്ള കബോർഡിൽ ആ ഫയൽ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ അർച്ചന വന്ന് നോക്കിയപ്പോ ആദ്യം എടുത്ത ഫയലിനുള്ളിൽ തന്നെ ആ ഡോക്യുമെന്റ്സ് അർച്ചന കണ്ടു. ഇത് തന്നെയല്ലേ ഞാൻ അന്വേഷിച്ചു വന്നത്. സച്ചിയേട്ടനെതിരെയുള്ള അവളുടെ കയ്യിലെ ആയുധം. വേഗം തന്നെ അത് എടുത്തുകൊണ്ടുവന്ന് ബെഡിലേക്ക് കൊണ്ടുവന്ന് വെച്ച് ഇതും കൊണ്ട് പോയാലോ എന്ന് ആലോചിച്ചപ്പോ അർച്ചന ചിന്തിച്ചു, ഒരുപക്ഷെ അത് അവന്തിക്ക് തന്നിൽ സംശയം ഉളവാക്കും. പെട്ടെന്ന് ഈ ഫയൽ മിസ്സായാൽ, അതുകൊണ്ട് ഇതിന്റെ കോപ്പി എടുത്താൽ മതി എന്ന് ചിന്തിച്ച് വേഗം ആ പേപ്പേഴ്സ് ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ തന്റെ മൊബൈലിൽ ഫോട്ടോ എടുക്കുകയാണ് അർച്ചന. അതിനുശേഷം അതെല്ലാം ഫോട്ടോസ് ആക്കി എടുത്തിട്ടും അത് വീണ്ടും ഒന്നുകൂടി വെരിഫൈ ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് അവന്തികയും മൂർത്തിയും നേരെ അവന്തികയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. വീട്ടുമുറ്റത്ത് വണ്ടി വന്നതും വണ്ടി നിർത്തിയിട്ട് മൂർത്തി പറഞ്ഞു, മേഡം വണ്ടിയിൽ തന്നെ ഇരുന്നോ? എവിടെയാ ഫയൽ ഇരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ പോയി എടുത്തിട്ട് വരാം എന്നറിയിച്ചു. ഉടനെ അവന്തിക പറഞ്ഞു, അത് വേണ്ട, ഞാൻ തന്നെ പോയി എടുത്തോളാം എന്ന് പറഞ്ഞ് അവന്തിക വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി. ഈ സമയം അർച്ചന ഫയലൊക്കെ ഒന്നുകൂടി വെരിഫൈ ചെയ്യുകയായിരുന്നു. അകത്തേക്ക് കയറി വന്ന അർച്ചന ഹാളിൽ കുട്ടികൾ മാത്രം ഇരിക്കുന്നത് കണ്ടതും പെട്ടെന്ന് അകത്തേക്ക് അവന്തിക കയറി വന്നത് കണ്ട് ഗൗരിമോള് പറഞ്ഞു, ദേ ആന്റി വന്നു. അടുത്തിരുന്ന് ചിപ്പി ചോദിച്ചു, അമ്മ എന്ത് ഇത്ര പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? അരമണിക്കൂർ കഴിയുമെന്നല്ലേ അമ്മ പറഞ്ഞത് എന്ന് ചോദിച്ചതും, അത് പിന്നെ മോളെ, അമ്മ ഒരു ഫയൽ എടുക്കാൻ മറന്നുപോയി, അത് എടുക്കാൻ വന്നതാ. അതിരിക്കട്ടെ, എവിടെ ആന്റി എവിടെ എന്ന് ചോദിച്ചതും ഗൗരിമോളോട് മോളുടെ അമ്മ എന്ത് ചെയ്യുന്ന അവന്തിക അന്വേഷിച്ചു. അമ്മ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പുറത്തെ എവിടെയെങ്കിലും ഉണ്ടാവോ ആന്റി എന്ന് പറഞ്ഞു. ശരി, എന്നാ നിങ്ങളുടെ കാഴ്ച നടക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക വേഗം സ്റ്റെയർ കയറി പോകുമ്പോഴേക്കും അർച്ചന ആ ഫയൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമ്പ്രദ എന്ന് വിളിച്ചുകൊണ്ട് സ്റ്റെയർ കയറി അവന്തിക മുകളിലേക്ക് പോകുമ്പോ അവന്തികയുടെ ആ വിളി കേട്ട് അർച്ചനയൊന്നും നടുങ്ങി. ദൈവമേ, അവന്തികയാണോ എന്നോർത്ത് വേഗം വാതുക്ക വന്ന് നോക്കുമ്പോഴേക്കും അവന്തിക മുറിയിലേക്ക് വരുന്നു എന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യും? അവന്തിക ഇന്ന് തന്നെ പിടിച്ചത് തന്നെ എന്ന് ആശങ്കപ്പെട്ട് അർച്ചന വേഗം തിടുക്കപ്പെട്ട് ആ ഫയലിനുള്ളിലേക്ക്, ആ ഫയലിലെ ആ ലീഫിലേക്ക് വേഗം ഡോക്യുമെന്റ്സുകൾ എടുത്തു വെച്ചു. എന്നിട്ട് പഴയതുപോലെ ആ കബോർഡിനുള്ളിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഈ സമയം മുറിയിലേക്ക് കയറി വരുന്ന അവന്തികയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അവന്തിക കോൾ അറ്റൻഡ് ചെയ്തതും, ഹലോ ആരായി സംസാരിക്കുന്നത്? നിങ്ങൾ നിൽക്കുന്നിടത്ത് റേഞ്ച് ഇല്ലേ? ഒന്നും ക്ലിയർ ആവുന്നില്ല എന്നൊക്കെ അവന്തിക ഫോണിൽ അങ്ങനെ സംസാരിച്ചു. അപ്പോഴേക്കും ആരോ സന്ദീപിനെ കണ്ടു എന്നുള്ള വാർത്തയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സന്ദീപിനെ കണ്ടെന്നോ? എവിടെ വെച്ച് എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക വേഗം അകത്തേക്ക് കയറി വന്നു. അപ്പോഴേക്കും അവന്തിക ആ കബോർഡിനകത്തിരിക്കുന്ന ഫയൽ എടുക്കാൻ വന്നപ്പോ അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ കതകിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് അർച്ചന. ഉടനെ തന്നെ അവന്തിക ആ ഫോണും ചെവിയിൽ വെച്ച് മറ്റൊന്നും ശ്രദ്ധിക്കാതെ ആ കബോർഡിനുള്ളിൽ നിന്ന് ഫയൽ എടുക്കുന്നു. ഫയൽ എടുത്തതും അയാളോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവന്തിക നിന്നു. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എവിടെ വെച്ച് കണ്ടു എന്നാ പറയുന്നത്? സന്ദീപിനെ നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? ഹലോ എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുന്ന ക്ലിയർ ആയി കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ശ്രദ്ധ മുഴുവൻ ആ ഫോണിൽ മാത്രമായി അവന്തികയായിരുന്നു. ഉടനെ അവന്തിക ഫോൺ കോളിലാണ് എന്ന് മനസ്സിലാക്കിയ അർച്ചന അവന്തിക അറിയാതെ പതിയെ ആ കതകിന് പിന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്തികയുടെ പിന്നിലൂടെ വേഗം തന്നെ അപ്പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. അവന്തിക ഇതൊന്നും അറിയാതെ ആ ഫയൽ കൈ പിടിച്ച് ഫയലിനകത്ത് താൻ എടുത്തു വെച്ച ഡോക്യുമെന്റ് ഉണ്ടോ എന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വീണ്ടും ഫയൽ അടച്ചു വെച്ചിട്ട് അവിടെ നിന്ന് ഫോണിൽ വിളിച്ച ആളെ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനായി അവന്തിക ശ്രമിച്ചു. അയാൾ പറഞ്ഞത് സന്ദീപിനെ എവിടെയോ കാറിൽ വെച്ച് കണ്ടു എന്നല്ലേ പറഞ്ഞത്? എവിടെ വെച്ചായിരിക്കും? ആരായിരിക്കും? ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ആലോചിച്ച് അവന്തിക ആ ഫോണിലേക്ക് തിരിച്ചു വിളിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും കോള് കണക്ട് ആവുന്നുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവൻ തന്നെയാണ്, ആ രാജീവ്. അല്ലാതെ അവൻ വഴിയില്ല. എന്തായാലും അവനെ രക്ഷിച്ചേ തീരൂ എന്ന് അവന്തിക മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ അവന്തിക സന്ദീപിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അർച്ചന തലനാരിഴയ്ക്ക് താൻ അവന്തികയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ വേഗം തന്നെ അപ്പുറത്തെ റൂമിനരികിലേക്ക് അർച്ചന അവിടെ നിന്ന് രക്ഷപ്പെടുന്നു.